എന്നാൽ കായംകുളത്ത് തെരുവുനായ ആക്രമണം 10ഓളം പേർക്ക് പരിക്കേറ്റു. കായംകുളം മത്സ്യ മാർക്കറ്റിനോട് ചേർന്നായിരുന്നു ആക്രമണം. ആദ്യം നമുക്ക് ആ പ്രതികരണത്തിലേക്കൊന്ന് പോകാം. എവിടെ വെച്ചായിരുന്നു സംഭവിച്ചത്? എവിടെ സ്ഥലം? എവിടെ? വീട്ടിൽ വന്ന് കടിക്കായിരുന്നു. അശ്വിൻ പാലാഴിയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. അശ്വിൻ, വീണ്ടും തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകുന്നു, വലിയ സങ്കടമാണ്. എന്താണ് സംഭവിച്ചത്? സ്മിത കൃഷ്ണൻ, ഈ കായംകുളം ഭാഗത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടെ നമ്മൾ നിരവധി തെരുവുനായ ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഈ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നാണ്. ഇപ്പോഴും ഇന്ന് രാവിലെ 8:30 നടന്ന ആക്രമണവും ഈ മത്സ്യ മാർക്കറ്റിനോട് ചേർന്നാണ്. നാട്ടുകാർ പറയുന്ന പരാതി അവിടെ ഈ മത്സ്യ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യമൊക്കെ വന്നത് തെരുവുനായകൾക്ക് ഭക്ഷണമാകുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ടാണ് ആ മേഖലയിൽ കൂടുതലായി തെരുവുനായക്കൾ വളരുന്നത് എന്നുള്ളതാണ് അവരുടെ പരാതി. മുൻപ് പലതവണ ഈ പരാതി നഗരസഭയിലടക്കം അവർ നൽകിയതാണെങ്കിലും ആ സമയത്ത് മാത്രമാണ് പരിഹാരമുണ്ടായത്. എന്തായാലും ഇന്ന് രാവിലെ 8:30 വീട്ടുമുറ്റത്തും റോഡിലുമൊക്കെ ഉണ്ടായിരുന്ന ആളുകളെയാണ് നിരവധി തെരുവുനായകൾ വന്ന് ആക്രമിച്ചത്. അതിൽ പ്രായമായ സ്ത്രീകൾക്കടക്കം പരിക്കുണ്ട്, പ്രായമായ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെല്ലാവരും കായംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. അതിൽ 2 പേർക്ക് കാര്യമായി തന്നെ ഈ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ട്. കടിയേറ്റത് കൂടാതെ ഈ ആക്രമണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട ആളുകൾ വീണു പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെ 10-15ഓളം പേർക്കാണ് ഇന്ന് രാവിലെ ഉണ്ടായ തെരുവുനായ ആക്രമണത്തിൽ സാരമായി പരിക്കേറ്റിരിക്കുന്നത്. എന്തായാലും ആ പ്രദേശത്തെ തെരുവുനായ ശല്യം ഇല്ലാതാക്കണമെന്ന ആവശ്യത്തിന് ഏറെ നാളുകളുടെ പഴക്കമുണ്ട്. ഇനിയെങ്കിലും അതിലൊരു ഇടപെടൽ വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. പുതിയ ഭരണസമിതിയൊക്കെ വരുന്ന സാഹചര്യത്തിൽ തെരുവുനായ ശല്യം ആദ്യം പരിഹരിക്കണം എന്നാണ് നാട്ടുകാരടക്കം ആവശ്യപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.